എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. അപ്പോ നമ്മൾ ആരോഗ്യമന്ത്രി വന്നിട്ടുണ്ട്. ആരോഗ്യത്തിനെ കുറിച്ച് എന്തോ കാര്യമായിട്ട് പറയാനാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. പൊതിച്ചോറിൽ പോര് തുടരുകയാണ്. ആശുപത്രികളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഭക്ഷണ വിതരണം അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ചേട്ടാ കുറച്ച് ചോറ് തൊട്ടപ്പുറത്തെ ഇലയിലെടുത്ത് കഴിക്കടാ. ഓരോരുത്തന്മാരും വയറ് വാടകയ്ക്ക് വന്നിരിക്കുക. DYFI, സേവാഭാരതി, യൂത്ത് കോൺഗ്രസ് അങ്ങനെയൊന്നും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ട. അപ്പൊ ഇപ്പൊ മെഡിക്കൽ കോളേജിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പൊതിച്ചോറ് കൊടുക്കുന്നതാണ്, ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത്. എന്നിട്ട് ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, DYFIക്ക് അല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടിയിലും. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇതൊരു തരം മാടമ്പിത്തര. ഇത് ഒഴിവാക്കുന്നത് ആ വയസ്സുകാലത്ത് ബുദ്ധി. കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അത് പ്രശ്നമുണ്ട്, തെറ്റാണത്. ഓഹോ, അപ്പൊ ഈ വീടൊക്കെ വെച്ച് കൊടുത്തിട്ടേ അതിനകത്ത് ആരുടെ ഫോട്ടോ തൂക്കിയിടണമെന്ന് പറഞ്ഞിരുന്നല്ല, അത് പ്രശ്നമില്ലേ? അഭിപ്രായം അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. അത് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. നീ വിഷമിക്കാണ്ടി, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ഈ തോന്നിവാസത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്, ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. സംശയമൊന്നും വേണ്ട. മന്ത്രിനോട് പറയും, ഇത്രയും ജനങ്ങൾ ഈ പതിത്തോടെയാണ് നമ്മൾ വാങ്ങി തിന്നുന്നത്, അത് നിർത്താൻ പാടില്ല. DYFI ഇത് നിർത്തരുത്, എനിക്കതേ പറയാനുള്ളൂ. കാരണം വളരെ മാന്യമായി ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം, രാവിലെ ഭക്ഷണം കഴിക്കാണ്ട് ഈ ഉച്ചക്കത്തെ പൊതിച്ചോറ് പ്രതീക്ഷിച്ചിരിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത് മുഴുവനും. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ഒരുപാട് ദൂരത്തുനിന്ന് രോഗികളെയും കൊണ്ട്, രോഗികൾക്ക് കൂട്ടി നിൽക്കുന്നവർക്കും ഒരു നേരത്തെ ആഹാരം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അവർ ഒരു പ്രതീക്ഷയാണ്, അവരുടെ ആ ഒരു സമയം അവർക്ക് ആഹാരം കിട്ടുന്നുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. ആ ആഹാരത്തിൽ നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് കാണുന്നത്? ജാതിയോ മതമോ കളറോ പാർട്ടിയോ നോക്കാതെയാണ് അവിടെ ആഹാരം കൊടുക്കുന്നത്. അവിടെ ആ ക്യൂല് നിൽക്കുന്ന എല്ലാവർക്കും അവിടുന്ന് ആഹാരമുണ്ട് ആ സമയത്ത്. ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്, ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. സംശയമൊന്നും വേണ്ട. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ, ഞങ്ങൾ കൊടുത്തോളാം. DYFI, സേവാഭാരതി, യൂത്ത് കോൺഗ്രസ് അങ്ങനെയൊന്നും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ട. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? ഞാൻ പറയാം, ഈ ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. Charity is our duty, no? മന്ത്രി ഈഗോ ഒഴിവാക്കണമെന്നാണ് മുഹമ്മദ് റിയാസ് MLA പറയുന്നത്. അത് വേണ്ട. ഇപ്പൊ വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിക്ക് ഒരു കാരണം മിസ്മാനേജ്മെന്റും, മറ്റൊരു കാരണം ഈഗോ ആണ്. ഈഗോ ഒഴിവാക്കണം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. പിന്നെ ഈ പൊതിച്ചോറൊക്കെ വിട്ടിട്ട് ആ ആശുപത്രിയിലുള്ള രോഗികളുടെ ചികിത്സാ നിലവാരം, ആശുപത്രിയുടെ ക്വാളിറ്റി, ശുചിത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും.